ഇറ്റ്സ് മീ നാഷി. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഫിഫ പ്രൊഡക്ഷൻസിൻ്റെ മേളിൽ ഫിയാസ് ബാബു കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്യുന്ന ഞങ്ങളുടെ സ്ക്രാപ്പ് എന്ന മൂവിയുടെ സിനിമയുടെ റിലീസിംഗ് എന്ന് രാവിലെ കൃത്യം 8:30 കോഴിക്കോട് ജില്ലയിലുള്ള കുന്നമത്തുള്ള പാലക്കൽ മാളിലുള്ള മാജിക് ഫ്രെയിം എന്ന തിയേറ്ററിൽ റിലീസ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഷോ കാണാൻ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ വലിയ കൂട്ടായ്മയിൽ ഞങ്ങൾ നിർമ്മിച്ച ചെറിയൊരു മൂവിയാണിത്. അപ്പോൾ ഇതിൽ കുറേ ആളുകൾ പല ജില്ലകളിൽ നിന്നും പങ്കെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എന്താ പറയുക, അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ട് പ്രവീൺ മടവൂർ, നൗഫൽ മടവൂർ, ക്യാമറമാൻ ഷംസു വാല്യാപ്പയാണ്. ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് CS ദാസ്, ഷൺമുഖദാസ് മടവൂരിലുള്ള ആളാണ്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷനുകളെ വർക്ക് ചെയ്തത് ഞാൻ തന്നെയാണ്, നാഷി നരിക്കിനി ഞാൻ തന്നെയാണ് വർക്ക് ചെയ്തത്. ഇതിൻ്റെ സിനിമയുടെ പിന്നിലും മുന്നിലുമായിട്ട് കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നരിക്കിനിക്കാരായിട്ടും പല ജില്ലകളിലായിട്ടും പല ആളുകളായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഈ നിമിഷത്തിൽ ഞങ്ങൾ എന്താ പറയുക ഓർമ്മിക്കുകയാണ്. കാരണം ഇത്രയും ഒരു ചെറിയ പടം ഞങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് വളരെ കഷ്ടപ്പാട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബഡ്ജറ്റ് ചെയ്യുന്ന ആളുകളെ ഞങ്ങളിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഞങ്ങളെ സിനിമയിൽ അഭിനയിച്ച ഒട്ടുമിക്ക ജില്ലയിലുള്ള പല പല സ്ഥലത്തുള്ള ആളുകളാണ്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഞങ്ങൾ സിനിമ കാണാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ബിഗ് സ്ക്രീനിൽ എൻ്റെ ഒരു സിനിമ കാണുന്നുള്ളത്. അത് ഇന്ന് എൻ്റെ നാട്ടിലുള്ള, അതാണ് എൻ്റെ കോഴിക്കോട് ജില്ലയിലെ എൻ്റെ നാട്ടിലുള്ള അടുത്തുള്ള തിയേറ്ററിൽ വെച്ച് തന്നെ അത് എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. നടക്കാൻ പോവുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ കുറേ തെറ്റുകളൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ എന്തായാലും വരുന്നു. ഞാൻ അത്രയും എന്താ പറയുക, ടെൻഷനാണോ സന്തോഷമാണോ എന്താണെന്ന് എനിക്ക് ഇന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ എന്തൊക്കെ ആണെന്ന് സംഗതി സത്യമൊക്കെ പറഞ്ഞാൽ. അപ്പം ഞങ്ങളെ വലിയ കൂട്ടായ്മയിൽ ഞങ്ങൾ ചെറിയൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടാവണം. കാരണം വെച്ചാൽ ഞങ്ങൾ തുടക്കമാണ്. ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് വലിയ വലിയ പടങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഒന്ന് ഞങ്ങൾ സിനിമയിൽ അഭിനയിച്ച് എല്ലാവരും ഒന്നിച്ചിരുന്ന് പടം കാണാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പറയാം. അതിൽ അഭിനയിച്ച ആളുകളൊക്കെ അവിടെ സിനിമ കാണാൻ വന്നിട്ടുണ്ട്, അവരുടെ കുടുംബത്തോടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒരു ആഗ്രഹമായിരുന്നു അവരുടെ സിനിമ, അവരുടെ ഫ്രെയിം ഒന്ന് ബിഗ് സ്ക്രീനിൽ കാണുന്നുള്ളത്. അപ്പോൾ അതിന് ഒരു അവസരം കൊടുക്കാൻ എനിക്ക്, അതിലൊരു ഭാഗമാവാൻ എനിക്ക് പറ്റിയെന്നുള്ളത് ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു കഥയും ഇതൊക്കെ ചെയ്ത് തന്ന ഫിയാസ് ഖാനെ ഞങ്ങൾ സ്മരിക്കുന്ന കൂട്ടത്തിൽ. കാരണം വെച്ചാൽ പുള്ളിക്കാരനോട് ഞങ്ങൾ പറഞ്ഞ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ചെയ്തു തന്നൊരു ചെറിയൊരു സ്റ്റോറിയാണത്. പുള്ളിക്കാരൻ എന്താ പറയുക, കുറേ കഥകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞ ചെറിയൊരു സ്റ്റോറി വെച്ചാണ് ഞങ്ങൾ പടം ചെയ്തത്. ഞങ്ങൾ നരിക്കിനി, ബാലുശ്ശേരി, കൊടുവള്ളി, കുന്നമംഗലം എന്ന് പറയുന്ന എല്ലാ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ ഷൂട്ടിംഗ് ഉണ്ടായത്. ഞങ്ങൾക്ക് സഹായിച്ച കുറേ സ്ഥാപനങ്ങളുണ്ട്. ആരെയും പേരെടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത്, ആരെങ്കിലും വിട്ടു പോകേണ്ട വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആരെയും പേരെടുത്ത് പറയാത്തത്. എന്നാലും എല്ലാവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. എല്ലാവർക്കും ബിഗ് താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ആളുകളുണ്ട് ഇതിൻ്റെ പിന്നിൽ നിന്ന്. എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പാൾ മുതൽ സ്റ്റാഫ് വരെ, അതുകൊണ്ട് നാട്ടുകാരായിട്ടും അങ്ങനെ കുറേ ആളുകൾ ഇതിൻ്റെ പിന്നിൽ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് ഇന്ന് വരാൻ പറഞ്ഞ കുറേ ആളുകൾ ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷേ രാവിലത്തെ ഷോ ഫുള്ളായതുകൊണ്ടാണ് അവർ നാളെയും വൈകുന്നേരമൊക്കെ ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുകയാണ്, ഞങ്ങളെ വലിയ കൂട്ടായ്മ ഞങ്ങൾ ചെയ്ത ചെറിയൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. ബാക്കി ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഞങ്ങൾ അഭിനയിക്കാവുന്ന ആളുകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുകയാണ്, ഞങ്ങളെ സിനിമ വിജയിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.